എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. മഷ്റൂം, കൂണ്, കാളാൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കൂണ് കൊണ്ടൊരു ഗ്രേവിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെജിറ്റേറിയൻസിന് ചപ്പാത്തി, പൊറോട്ട എന്നിവയ്ക്കെല്ലാം നല്ലൊരു സൈഡ് ഡിഷാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് കാളാൻ ഗ്രേവി, അതായത് കൂണ് വെച്ചുള്ള ഗ്രേവി ചെയ്യാൻ തുടങ്ങാം. ആദ്യം നമ്മൾക്ക് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഉരുകിക്കഴിഞ്ഞാൽ നല്ലപോലെ കഴുകി അരിഞ്ഞു വെച്ച കൂണ് ചേർത്ത് വഴറ്റുക. കൂണ് കുക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ധാരാളം വെള്ളം ഊറി വരും. അതുകൊണ്ട് ഇത് വേവിക്കുവാൻ വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കൂണിൽ നിന്നും ഇറങ്ങി വരുന്ന വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് വരണം. ഇനി ഗ്യാസ് സിമ്മിൽ വെച്ച് അടച്ച് വേവിക്കുക. ഇടയ്ക്കിടെ തുറന്ന് ഇളക്കി കൊടുക്കണം. കൂണ് വെന്ത് വരുന്ന സമയം നമ്മൾക്കൊരു മസാല അരച്ചു വയ്ക്കാം. ഇതിന് ഒരു മിക്സി ജാറിൽ 4 വെളുത്തുള്ളി, 1 തുണ്ട് ഇഞ്ചി 2ആയി മുറിച്ചത്, 2 ചെറിയ സവാള ക്യൂബായി മുറിച്ചത് എന്നിവ ചേർത്ത് അരച്ചെടുക്കുക. ഇത് വെള്ളം ഒഴിക്കാതെയാണ് അരയ്ക്കേണ്ടത്. സവാളയിലുള്ള വെള്ളത്തിൽ തന്നെ ഇത് അരഞ്ഞു കിട്ടും. അടുത്തതായി നമ്മൾക്ക് സവാള അരച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റി അതേ ജാറിൽ തന്നെ 1 പിടി കൊത്തമല്ലി തഴ കുറച്ച് വെള്ളവും ചേർത്ത് അരച്ചെടുക്കുക. ഈ കറിയുടെ സ്വാദ് ഈ സ്പെഷ്യൽ മസാലയാണ്. ഇപ്പോൾ കൂണിലെ വെള്ളം ഏകദേശം വറ്റി കൂണ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കൂൺ വേവിച്ചു വെച്ചു, സവാള അരച്ചു, അതുപോലെ കൊത്തമല്ലി തഴിയും അരച്ചു വെച്ചു. ഇനി നമ്മൾക്ക് കറി തയ്യാറാക്കാം. ഇതിന് ഗ്യാസിൽ ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 3 സ്പൂൺ എണ്ണ ചേർക്കുക. നിങ്ങൾക്കിഷ്ടമുള്ള എണ്ണ യൂസ് ചെയ്യാം. ഇനി എണ്ണയിലേക്ക് 1 സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം പൊട്ടിക്കഴിയുമ്പോൾ അരച്ച ഇഞ്ചി, വെളുത്തുള്ളി, സവാള മിശ്രിതം ചേർത്ത് കൊടുക്കുക. ഇനി 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ വഴറ്റണം. ഇഞ്ചി, വെളുത്തുള്ളി, സവാള എന്നിവ പച്ചയ്ക്കാണ് നമ്മൾ അരച്ചത്. അതുകൊണ്ട് അവയിലെ പച്ചച്ചുവ മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. തക്കാളി നല്ല സോഫ്റ്റ് ആവണം. ഗ്യാസ് സിമ്മിൽ വെച്ച് അടച്ച് വേവിക്കുക. തക്കാളി വെന്തുടഞ്ഞു വരണം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് മാത്രമേ മസാലപ്പൊടികൾ ചേർക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മസാല കരിഞ്ഞ് കറിക്ക് കയ്പ്പ് അനുഭവപ്പെടും. ഇനി മസാലകൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ആദ്യം 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. നമ്മൾ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് 2 സ്പൂൺ ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടിക്ക് എരിവ് കുറവായിരിക്കും, എന്നാൽ കറിക്ക് നല്ല റെഡ് കളർ കിട്ടുകയും ചെയ്യും. കറിക്ക് നല്ല കളർ കിട്ടാനാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. നിങ്ങൾ സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഇതിൻ്റെ പകുതി, അതായത് 1 സ്പൂൺ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ജീരകപ്പൊടി, 1 സ്പൂൺ ഗരം മസാല എന്നിവ ചേർക്കുക. അടുത്തതായി 2 സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഗ്യാസ് സിമ്മിൽ വെച്ച് എല്ലാം പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. മസാല വഴറ്റി എണ്ണ തെളിഞ്ഞു വരണം, അല്ലെങ്കിൽ കറിക്ക് പച്ച ചുവയായിരിക്കും. എണ്ണ തെളിഞ്ഞു വന്നതിന് ശേഷം അരച്ചു വെച്ച മല്ലിയില ചേർക്കുക. മല്ലിയില ചേർത്ത് വീണ്ടും വഴറ്റി വീണ്ടും എണ്ണ തെളിഞ്ഞു വരണം. മസാലയ്ക്ക് ഒട്ടും പച്ചച്ചുവ പാടില്ല. മസാലയുടെ പച്ചച്ചുവ മാറുന്നത് വരെ വഴറ്റുക. അതിനുശേഷം നെയ്യിൽ വഴറ്റി വെച്ച കൂൺ ചേർത്ത് കൊടുക്കുക. നമ്മൾ ബട്ടൺ മഷ്റൂമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് മറ്റു തരത്തിലുള്ള മഷ്റൂമിലും ഇതുപോലെ കറി തയ്യാറാക്കാം. മഷ്റൂമിൽ മസാല പൊതിഞ്ഞു വരത്തക്കവണ്ണം വഴറ്റിയെടുക്കുക. അതിനുശേഷം ഗ്രേവിക്ക് എത്ര തിക്നെസ് വേണമോ അതിനനുസരിച്ച് വെള്ളം ചേർക്കുക. എപ്പോഴും കറികൾക്ക് ചുടുവെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. പച്ചവെള്ളം ചേർത്താൽ സ്വാദ് കുറയും. ഈ സ്റ്റേജിൽ ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കുക. പോരെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് 5 മിനിറ്റ് കുക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, എണ്ണയെല്ലാം നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. കുറച്ച് മല്ലിയില കൂടി തൂവി കൊടുക്കാം. കറിക്ക് കുറച്ചുകൂടി സ്വാദ് കിട്ടാൻ ഫ്രഷ് ക്രീം ചേർക്കുക. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി.
നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ കാളൻ ഗ്രേവിക്ക്. കാരണം അതിൽ ഒന്നുകിൽ ഫ്രഷ് ക്രീം ചേർക്കും, അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് അരച്ചത് ചേർക്കും. അതുമല്ലെങ്കിൽ കുറച്ച് കട്ടി തേങ്ങാപ്പാലോ അല്ലെങ്കിൽ തേങ്ങ നൈസായി അരച്ചോ ചേർത്ത് കൊടുക്കും. ഹോട്ടലിൽ നോൺ വെജിനേക്കാൾ വിലയാണ് മഷ്റൂം, പനീർ എന്നീ കറികൾക്ക്. കാരണം സ്വാദ് കൂട്ടാൻ ഇതുപോലെ ക്രീമൊക്കെ ചേർത്തത് കൊണ്ടാണ് അതിന് വില കൂടുന്നത്. വീട്ടിൽ വളരെ ചുരുങ്ങിയ ചിലവിൽ ഹോട്ടലിൽ കിട്ടുന്നതിനേക്കാൾ ടേസ്റ്റിൽ നമ്മൾക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ക്രീമി മഷ്റൂം ഗ്രേവി റെഡി. ഈ രീതിയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടമാകും. ഇനി ഇതിന് കോംബോവായി നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചിരുന്നു. അതുകൊണ്ട് നമ്മൾക്ക് സിമ്പിളായി ഒരു വീറ്റ് പൊറോട്ട തയ്യാറാക്കാം. ചപ്പാത്തിക്ക് കുഴച്ച മാവിൽ നിന്നും ഉരുളകൾ ഉരുട്ടി വയ്ക്കുക. ഇനി ഇത് മൈദ തൂവി നൈസായി പരത്തുക. അതിനുശേഷം ചപ്പാത്തിയുടെ മുകളിൽ നെയ്യോ എണ്ണയോ പുരട്ടി കൊടുക്കുക. അതിനുശേഷം മൈദാമാവ് തൂവി കൊടുക്കുക. അതിനുശേഷം ചപ്പാത്തി ഇങ്ങനെ ഞൊറിഞ്ഞെടുക്കുക. ഇനി ഇത് വട്ടത്തിൽ ചുറ്റുക. വീണ്ടും പരത്തുക. പൊറോട്ടയിലേതുപോലെ ലെയർ കിട്ടാനാണ് നമ്മൾ എണ്ണയും മൈദാമാവും പുരട്ടുന്നത്. എത്ര പൊറോട്ട വേണമോ അത്രയും പരത്തി വയ്ക്കുക. മൈദാമാവിൽ തയ്യാറാക്കുന്ന പൊറോട്ടയെക്കാളും നല്ലത് വീറ്റ് പൊറോട്ട തന്നെയാണ്. ഇനി ഈ പൊറോട്ടകളെല്ലാം നമ്മൾക്ക് ചുട്ടെടുക്കാം. ഇതിനെ ഗ്യാസ് കത്തിച്ച് ചപ്പാത്തി ചുടുന്നതിനുള്ള കല്ല് വയ്ക്കുക. കല്ല് ചൂടാവുമ്പോൾ പൊറോട്ട ഇട്ട് കൊടുക്കാം. രണ്ട് സൈഡും നല്ലപോലെ വേവിച്ചെടുക്കുക. എണ്ണയോ നെയ്യോ തൂവി ചുട്ടാൽ പൊറോട്ട കൂടുതൽ സ്വാദിഷ്ടമാവും. ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എണ്ണയോ നെയ്യോ ചേർക്കാതെ തന്നെ ഇത് ചുട്ടെടുക്കാം. ഇങ്ങനെ എല്ലാ പൊറോട്ടയും ചുട്ടെടുക്കുക. നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അത്രയും എണ്ണം ചുട്ടെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയും പൊറോട്ടയും തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആകർഷകമാക്കാൻ കുറച്ച് മല്ലിയിലയും ഫ്രഷ് ക്രീമും കൂടി തൂവിയാൽ ഹോട്ടൽ ടേസ്റ്റിനേക്കാൾ രുചിയിൽ നമ്മുടെ ഗ്രേവിയും വീറ്റ് പൊറോട്ടയും തയ്യാർ. ഏത് ഭക്ഷണവും കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നണം. ആദ്യം കാഴ്ച പിന്നെയാണല്ലോ സ്വാദറിയുക. കാണാനും സ്വാദും ഒരുപോലെ മികച്ചതാകുമ്പോഴാണ് നമ്മൾക്ക് ആ വിഭവം കൂടുതൽ ആസ്വാദകരമാവുന്നത്. നമ്മൾ ചുട്ടുവെച്ച പൊറോട്ട ചൂടോടെ കൈകൊണ്ട് അടിച്ചു കൊടുത്താൽ അതിലുള്ള ലെയേഴ്സ് എല്ലാം നല്ലപോലെ തെളിഞ്ഞു വരും. ഇന്നത്തെ ഈ വിഭവം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതട്ടെ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.